എടി നാളെ കല്യാണത്തിന് പോണോട്ടാ. എനിക്ക് വയ്യട്ടാ. എന്തുപറ്റി? നടുവും വയ്യ, കൈയും കാലും ഒക്കെ വേദന. എന്നാ അവനോട് പോകാൻ പറയുന്നു. അവനൊന്ന് വിളിച്ചു. മോനെ, നാളെ ചേട്ടൻ്റെ വീട്ടിലെ കല്യാണം ഉണ്ടാ, ഹാളിൽ വെച്ചാണ്. നമ്മുടെ തൊട്ടടുത്ത ഹാളില്ലേ, ഹാളിൽ വെച്ചിട്ടാണ് കേട്ടാ. അവന് ചെല്ലണം കേട്ടാ. നാളെ ആ ജോസഫേട്ട വീട്ടിലെ കല്യാണത്തിന് മോൻ പോണോട്ടാ. എടാ നീ വേറെ ഒന്നും ചെയ്യണ്ട, അവിടെ ചെന്നോ. ഞാൻ പപ്പ ഇന്ന് രാത്രി പോകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഞാൻ കൊടുത്തോളാം. എനിക്ക് നാളെ പോകാൻ പറ്റില്ല, നാളെ വേറൊരു പരിപാടി ഉണ്ട്. അമ്മയ്ക്കാണെങ്കിൽ തീരെ പാടില്ല. മോൻ ചെല്ലുന്നു. ഞാൻ പോണു. അവനിങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യൂടി? ഒരു നാലാൾക്ക് ഊർന്ന് നടത്താൻ പോവില്ല, കൂട്ടുകാരന്മാരുടെ അടുത്ത് പോവില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അവന്റെ കൈക്ക് ആ സ്വാധീനക്കുറവുള്ളതുകൊണ്ടേ അവന് ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലെടുത്ത് പോകാനായിട്ട് അവന് മടിയാണ്. കല്യാണത്തിന് എല്ലേനും പോകാൻ പറഞ്ഞവൻ മടിയാണ്. പിന്നെ ഞാനും വിചാരിക്കും അവന് ബുദ്ധിമുട്ടാണ്ടല്ല, എന്നാ വേണ്ട എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ പോകാതിരുന്നാലും ശരിയാവൂലല്ലോ. ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വലുതായി, ഇത്തിരി വലുതായി അറിവ് വെച്ചു വന്നു തുടങ്ങിയ പിന്നെ എനിക്ക് മനസ്സിലാവേണ്ട നീ പറയണത്. പക്ഷെ എന്നാലും നമ്മൾ എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തോരം ഡോക്ടർമാരെ കാണിച്ചു അല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു കുറവാണ്, ഒരു കുറവല്ല. ഇങ്ങനെ എന്തോരം കുറവെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആൾക്കാർ ജീവിക്കും അല്ലേ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം കയറും. ഇനിയിപ്പോൾ അഥവാ ദേഷ്യം കയറി കഴിഞ്ഞാൽ അപ്പം ഒരടനായി, അപ്പം കൊള്ളരാത്തവനായി. അല്ലെങ്കിൽ തന്നെ അപ്പന്മാർക്ക് ചീത്തപ്പേര. നീ ഇവിടെ പറഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല, നിന്നോടൊന്നും ദേഷ്യമൊന്നും കയറില്ല. ദേഷ്യം കയറിയാൽ തന്നെ കുഴപ്പമുണ്ടാവും. മോനിവിടെ ഇരിക്കുകയാണ്. മോനെന്താണ് പപ്പ കല്യാണത്തിന് പോകാൻ പറഞ്ഞിട്ട് പോകൂലെന്ന് പറഞ്ഞത്? എനിക്ക് വയ്യമ്മേ, ഈ ആൾക്കാരും കൂടി പോകാനൊന്നും എനിക്കിഷ്ടമല്ല. എന്റെ മോനെ, നിനക്ക് ഇത് എന്ത് തുടങ്ങി? ചെയ്യാൻ പറ്റണം എല്ലാവരെ പോലെ. കളിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാരും ചെയ്യണതൊന്നും ചെയ്യാൻ പറ്റണം. ഞാനങ്ങനെ പോവാത്തു. അത് നിന്റെ തോന്നലാണത്. എന്റെ മോനെ ഒരു കുറവുമില്ല, ഇതൊന്നും ഒരു കുറവുമല്ല. അതൊന്നും അങ്ങനെ തോന്നുകയും വേണ്ട. നമ്മളെപ്പോഴേ നമ്മളിലോട്ട് തന്നെ നോക്കണോണ്ടാണ്. മോനെ, ജന്മന തന്നെ കൈയും കാലും ഇല്ലാതെ ജനിക്കുന്നവരുണ്ട്, അപകടങ്ങളിൽ പെട്ടിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. അവരൊക്കെ വീടിനുള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കണം അല്ല. മറ്റുള്ള കഴിവുകൾ ഇഷ്ടം പോലെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിനക്കും തന്നിട്ടുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. അങ്ങനെ എന്തോരാൾക്കാർ. ഞാൻ പറയണത് മോന് മനസ്സിലാവണ്ട. പിന്നെ ഒരു കാര്യം മോനെ, ഈ നിസ്സാര കാര്യത്തിന് നീ മുറിക്കുള്ളിച്ച് അടച്ചിരുന്നാലുണ്ടല്ല, നീ ജീവിതത്തിന് തോറ്റുപോകുക. പൊരുതിയാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ? എൻ്റെ മോൻ തോക്കണത് നമുക്ക് ഇഷ്ടമല്ല കേട്ടാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കണം കേട്ടാ. മാറിയൊന്നും നിൽക്കരുത്. അവിടെ വയറിറച്ചി വയ്ക്കണം. പോയിട്ട് കേട്ടാ.